ജന്മിത്വത്തിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാൻ ജീവൻ നൽകി പോരാടിയ ശൂരനാട് സമരസേനാനികളുടെ വീറുറ്റ സ്മരണകൾ പുതുക്കി ആയിരങ്ങൾ. ഒരു വർഷം നീളുന്ന ശൂരനാട് രക്തസാക്ഷിത്വത്തിന്റെ 75ാം വാർഷികാചരണത്തിന് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതൃത്വത്തിൽ തുടക്കമായി. 1949 ഡിസംബർ 31 ശൂരനാട് കലാപത്തെ തുടർന്ന് പോലീസ് മർദ്ദനത്തിൽ ധീര രക്തസാക്ഷികളായ തണ്ടാശ്ശേരി രാഘവൻ, കളക്കാട്ടുതറ പരമേശ്വരൻ നായർ, പായിക്കാലിൽ ഗോപാലപിള്ള, മഠത്തിൽ ഭാസ്കരൻ നായർ, കാഞ്ഞിരപ്പള്ളി വടക്കതിൽ പുരുഷോത്തനക്കുറുപ്പ് തുടങ്ങിയവരുടെ സ്മരണകളെരുമ്പുന്ന ശൂരനാട് വടക്ക് പഞ്ചായത്തിലെ പൊയ്കയിലെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചനയോടെ വാർഷികാചരണ പരിപാടികൾക്ക് തുടക്കമായി. അനുസ്മരണ സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി BN വാസവൻ മുഖ്യപ്രഭാഷണം നടത്തി. തിരുവിതാംകൂറും തിരുക്കൊച്ചിയും മലബാറും ഉത്തരമലബാറുമെല്ലാം ഉൾക്കൊള്ളുന്ന നാട്ടുരാജ്യങ്ങൾ നിൽക്കുമ്പോൾ തിരുക്കൊച്ചിയുടെ ഭരണാധികാരിയായിട്ടാണ് പറവൂട്ടിക്ക് ശൂരനാടെന്ന് നാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയും വേണ്ട എന്ന് പ്രഖ്യാപിച്ചത്. ഈ ലോകത്ത് ഭൂമിയുള്ളിടത്തോളം കാലം, ചന്ദ്രനും സൂര്യനുള്ളിടത്തോളം കാലം ശൂരനാടുണ്ടാകും. അവിടെ ഈ ചെങ്കുടി ഉണ്ടാകും, ഈ മണ്ണിനെ ചുമപ്പിച്ച മനുഷ്യരുണ്ടാകും. ആയിരങ്ങൾ പങ്കെടുത്ത പ്രകടനവും DYFI AYF ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലിയും നടത്തി. CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ, CPI കൊല്ലം ജില്ലാ സെക്രട്ടറി PS സുഭാൽ തുടങ്ങിയവർ സംസാരിച്ചു. 2025 ജനുവരി 18 വാർഷികാചരണം സമാപിക്കും. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.